ഓക്കെ, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫീച്ചേഴ്സ് ഓഫ് പബ്ലിക് യൂട്ടിലിറ്റീസ് ആണ്. ഓക്കെ, പബ്ലിക് യൂട്ടിലിറ്റീസ് എന്ന് പറയുമ്പം നമ്മളെ കമ്മ്യൂണിറ്റീസിനെ, നമ്മളെ സൊസൈറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പബ്ലിക്സ് എന്ന് പറയുന്നത് അല്ലേ. പബ്ലിക് യൂട്ടിലിറ്റീസിനെ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റും. നമ്മൾ അതിപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണെങ്കിലും കമ്മോഡിറ്റീസ് ആണെങ്കിലും ഇനിയിപ്പോൾ വാട്ടർ, അതായത് നമുക്ക് ഗവൺമെൻറ് അതോറിറ്റി കൊടുക്കുന്ന ചില കാര്യങ്ങൾ അല്ലേ, അതായത് ഇലക്ട്രിസിറ്റി, വാട്ടർ സപ്ലൈ, പോസ്റ്റല്, ദെൻ ടെലി കമ്മ്യൂണിക്കേഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സൊസൈറ്റിക്ക് വേണ്ടി ഗവൺമെൻറ് കൊടുക്കുന്നുണ്ടെങ്കിലും അതിനൊക്കെ എന്തുണ്ടെന്നാണ് പറയുന്നത്, ഒരു അതില്ലാതെ ആവുമ്പോൾ അത് യൂട്ടിലിറ്റി പബ്ലിക് അപ്സെറ്റ് ആവുന്നു. അത് കിട്ടാതെ ആവുമ്പോൾ പബ്ലിക്സ് അപ്സെറ്റ് ആവുന്നു, പെട്ടെന്ന് എന്താവുന്നു, ഒരു അപ്സെറ്റ് മോഡൽ ആവുന്നു. കാരണം അത് ഇലക്ട്രിസിറ്റി ആണെങ്കിലും വാട്ടർ ആണെങ്കിലും ടെലികമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ദെൻ വാട്ടർ സപ്ലൈ, അങ്ങനെ എന്താക്കുക ബേസിക് നീഡ്സാണ് നമുക്ക് വേണ്ടത്. വൈദ്യുതി ഇല്ലാതെ നമുക്ക് തീരെ നിൽക്കാനേ പറ്റില്ല. ആ പ്രശ്നങ്ങൾക്കൊക്കെ അതൊക്കെയാണ് യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത് അല്ലേ. സൊസൈറ്റി കിട്ടുന്ന ഉപകാരപ്രദമായ അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന അല്ലേ, നമ്മൾ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ, നമുക്ക് തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അതെല്ലാം. അതേപോലെ ഫീച്ചേഴ്സ് ഓഫ് പബ്ലിക് യൂട്ടിലിറ്റീസ്, ഈ പബ്ലിക് യൂട്ടിലിറ്റീസിൽ നമ്മളെ ഫീച്ചേഴ്സ് എന്തെല്ലാമാണ്, പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഫീൽഡ് ഓഫ് ഓപ്പറേഷൻ, മൊണോപ്പൊളിസ്റ്റിക് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് കൺട്രോൾ, അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള, അപ്പോൾ നമ്മൾ ഗവൺമെൻറ് എങ്ങനെയൊക്കെയാണ് ഗവൺമെൻറ് ഫീച്ചേഴ്സ് ഓഫ് പബ്ലിക് യൂട്ടിലിറ്റീസ്, ഗവൺമെൻറ് സെക്ടറിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പബ്ലിക്കിന് വേണ്ടി യൂട്ടിലിറ്റീസിലേക്ക് കൊടുക്കും. പ്രധാനമായിട്ട് അത് ഏതാ വരിക, സെക്ഷൻ ഏതാ വരിക? ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് വരിക അല്ലേ. ഗുഡ്സ് ആൻഡ് സർവീസസ്, ഓക്കെ, ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് വരിക. ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് എങ്ങനെ പബ്ലിക്സിന് മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളത് അത് ആ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ സെയിൽസിനോടനുബന്ധിച്ചിട്ട്, അതായത് എത്രത്തോളം സെയിൽസ് ആണോ ആർക്കൊക്കെയാണ് കിട്ടേണ്ടത് അത് കിട്ടേണ്ട രീതിയിൽ കിട്ടണം. അതിനൊന്ന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഗവൺമെൻറ് പറയുന്ന ചില റെസ്ട്രിക്ഷൻസും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ഒക്കെ ഉണ്ടാവും. അതാ പറഞ്ഞത് ഫീൽഡ്സ് ഓഫ് ഓപ്പറേഷൻ ആൻഡ് മൊണോപ്പൊളിസ്റ്റിക് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് കൺട്രോൾ. റെഗുലേഷനും ആൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ, അതാണ് എന്ത്, കൺട്രോൾ ആയിരിക്കും. അതിൽ അധികം, അതായത് ഒരു സ്ഥലത്ത് ഒരു ഗവൺമെൻറ് കൊടുക്കുന്ന സെയിൽസ് ആൻഡ് അല്ലെങ്കിൽ സെയിൽസിലേക്ക് ഇടുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് ഒരു കമ്മ്യൂണിറ്റീൻ്റെ ഒരു ഭാഗത്ത് തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടില്ല. കാരണം നെക്സ്റ്റ് അത് ഗവൺമെൻറ് പറയുന്ന വില നിലവാര പട്ടിക പോലെ തന്നെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും അവകാശമുള്ളൂ. അതായത് ആർക്ക്, ഡീലേഴ്സിന്, മീൻസ് ഡീലേഴ്സ് അല്ല, ഓണേഴ്സ്, ഷോപ്പ് ഓണേഴ്സിന് ആൻഡ് സെയിലേഴ്സ്, ഓണേഴ്സിൻ്റെ കടയിൽ നിൽക്കുന്ന സെയിൽ ചെയ്യുന്ന ആളുകൾക്കും അത് സെയിൽ ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് ഓർഡർ പ്രകാരമുള്ള വില നിലവാര പട്ടിക നമ്മൾ അത് നമ്മൾ ആ പ്രോട്ടോകോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. കാരണം ഒരു സ്ഥലത്ത് കൂടുതൽ വില, മറ്റേ നെക്സ്റ്റ് അപ്പുറം പോയപ്പോൾ അവിടെ കുറഞ്ഞ വില, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, സെപ്പറേഷൻ. അപ്പോൾ അവിടെയാണ് എന്ത് വേണ്ടത്, റെഗുലേഷൻ ആൻഡ് കൺട്രോൾ. അവിടെയാണ് നമുക്ക് എന്ത് കൺട്രോൾ ചെയ്യേണ്ടത്. കാരണം നമ്മുടെ മെയിൻ എന്താ, യൂട്ടിലിറ്റീസ് ഓഫ് ഫീച്ചേഴ്സ് ഓഫ് പബ്ലിക് യൂട്ടിലിറ്റീസ് ആണ്. പബ്ലിക് യൂട്ടിലിറ്റീസ്, പബ്ലിക് മീൻസ്, പബ്ലിക് എന്ന് പറയുമ്പം സൊസൈറ്റിയെ നിങ്ങൾ മറന്നു പോകരുത്. സൊസൈറ്റി, കമ്മ്യൂണിറ്റി എന്നുള്ളതൊക്കെയാണ് പബ്ലിക് എന്നത്. സൊസൈറ്റി, സൊസൈറ്റി, കമ്മ്യൂണിറ്റി, ഇതിനാണ് പബ്ലിക്. യൂട്ടിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം ഉപകാരപ്രദമാവുന്ന രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത്. യൂസ് ചെയ്യുന്നത് അല്ലേ, എങ്ങനെ മാക്സിമം യൂസ് അല്ലേ, മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്ത് ഉപകാരപ്പെടുത്തണം. എന്ത്, നമ്മളെ പബ്ലിക് യൂട്ടിലിറ്റീസ് എങ്ങനെ, അതായത് റെഗുലേഷൻസും കൺട്രോൾസും ഒക്കെ വെച്ചിട്ട് നമ്മൾ, അതായത് ഷോപ്പ് ഓണേഴ്സിന് ഇത് പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് സെയിൽസ് ഏരിയയിലേക്കാണ്, ബിസിനസ് ഏരിയയിലേക്കാണ്. അതിപ്പോൾ ഷോപ്പാവട്ടെ, ഇനിയിപ്പോൾ ഇന്ത്യ ബേസ് കൺട്രി, നമ്മുടെ ഇന്ത്യ എടുക്കാം, നമ്മളെ രാജ്യം ഇന്ത്യ ആണെങ്കിൽ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അല്ല,
ബിഗ് ആയിരിക്കും അല്ലേ, വലിയായിരിക്കും. അപ്പോൾ ആ സ്മോൾ സെയിൽ ഇൻഡസ്ട്രീസിന് വരുമ്പോൾ നമ്മൾ ഷോപ്പ് ഓണേഴ്സ്, എൻ്റെ ചെറിയ കുഞ്ഞു ഷോപ്പുകൾ, അതിലുള്ള നമ്മളെപ്പോൾ നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇറങ്ങുമ്പോൾ കാണാൻ പറ്റും വില നിലവാര പട്ടിക മുന്നിൽ തന്നെ എൻട്രൻസിൽ ഇപ്പോൾ കൊടുത്തിരിക്കും വില നിലവാരം. ആ വില നിലവാര പട്ടിക അനുസരിച്ചായിരിക്കണം മിക്കവാറും അത് ചെക്ക് ചെയ്യാനൊക്കെ വരും. കാരണം ഒരു പ്രദേശത്ത് മാത്രം വില കുറച്ചിട്ടോ അപ്പുറത്തെ പ്രദേശത്ത് മാത്രം വില അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോഴാണ് റെഗുലേഷൻസ് ആൻഡ് കൺട്രോൾ. അപ്പോൾ നമ്മൾ എത്രത്തോളം കൺട്രോൾ ചെയ്യണം എന്നതാണ് നോക്കേണ്ടത്. അതാണ് ഈ ഒരു പോയിന്റ്. ദെൻ മൊണോപോളിസ്റ്റിക്, കുത്തക, അത് ഒരിക്കലും എന്തായി പാടില്ല. കുത്തക എന്ന് പറയുന്നത് സ്വയം കുത്തക അവകാശം, അതായത് വേറെ ആർക്കും അവിടെ ഒന്നുമില്ല, ഞാൻ മാത്രമാണൊരു സ്വാർത്ഥത. അതായത് കുത്തക മുതലാളിമാർ അവർ മാത്രം നിശ്ചയിക്കുന്ന വിലക്ക് അവർ മാത്രമേ സൊസൈറ്റിക്ക് യൂട്ടിലൈസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് കൊടുക്കുന്ന ഒരു ഏർപ്പാട്, അതൊരിക്കലും എന്തല്ല, അതൊരു പ്രാക്ടിക്കബിൾ അല്ല. അപ്പം അങ്ങനത്തെ ഒരു സർവീസിലേക്ക് പോകാനും ബുദ്ധിമുട്ടാണ്. യൂട്ടിലൈസ് കമ്മ്യൂണിറ്റിക്ക് എന്താണ് അത് നെഗറ്റീവിലേക്കാണ് വരിക അല്ലേ. കാരണം മോണോപ്പൊളിസ്റ്റിക് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അവർ നിർണ്ണയിക്കുന്ന വില, അവർ പറയുന്ന വില, അവർ പറയുന്ന പ്രൊഡക്ട്സ്, പിന്നെ അങ്ങനെയുള്ള സംഭവം അതൊരിക്കലും എന്താവാൻ പാടില്ല. നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പം അതും എന്താണ് ഒരു പ്രശ്നം. ഫീച്ചേഴ്സാണ് പബ്ലിക് സൊസൈറ്റിക്ക് കിട്ടേണ്ടത്. അതിൻ്റേതായ രീതിയിൽ എന്ത് ചെയ്യണം, എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പോലെ തന്നെ പാവപ്പെട്ടവർക്കും പണക്കാർക്കൊക്കെ വില നിലവാര പട്ടിക പ്രകാരം സാധനങ്ങൾ എന്ത് ചെയ്യണം, കൊടുക്കുന്ന ഒരു സൊസൈറ്റിയാണ് വേണ്ടത്. നെക്സ്റ്റ് ഫീൽഡ് ഓഫ് ഓപ്പറേഷൻ. എന്താണ് ഫീൽഡ് ഓഫ് ഓപ്പറേഷൻ? ഇതെല്ലാം ഈ ഒരു ഫീൽഡിൽ, അപ്പോൾ ഇതൊരു മാനേജ്മെൻറ്റ് ചെയ്യുന്ന ആ ഒരു സംഭവത്തിനാണ് പറയുന്നത്. അങ്ങനെ മാനേജ് ചെയ്യുമ്പോൾ നമ്മുടെ യൂട്ടിലിറ്റീസ് സൊസൈറ്റിക്ക് ഇത്രയും നല്ല യൂട്ടിലിറ്റീസ്, അതായത് ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ കാര്യത്തിലാണ് നമ്മൾ പ്രധാനമായും എന്ത് പറയുന്നത്, ഈ ഒരു കാര്യം പറയാം. എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ്, അതായത് പിന്നെ നെക്സ്റ്റ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് വില നിലവാര പട്ടിക തന്നെയാണ്. ഇനിയിപ്പോൾ ഇന്ത്യ, കേരളത്തിലെ ഈ ചെറിയ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അല്ലാതെ ഇന്ത്യ നമ്മുടെ രാജ്യത്തിൻ്റെ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഫ്യൂവല്, നമ്മൾ പെട്രോളിയം അല്ലേ, പെട്രോളിയം അങ്ങനെയുള്ള വലിയ വലിയ ബിസിനസ്സുകാർ, അതായത് മൊണോപോളിസ്റ്റിക് വലിയ ബിസിനസ് മാനേജ്മെൻറ്റിൽ ബിസിനസ് ആ ഒരു ഫീൽഡിലാണ് മൊണോപോളിസ്റ്റിക് കണ്ടീഷനൊക്കെ വരിക. അപ്പോൾ അത് നമ്മുടെ നമ്മുടെ ഓരോ സംസ്ഥാനത്തും, രാജ്യം നോക്കുമ്പോൾ നമ്മൾ ഇന്ത്യ നോക്കുമ്പോൾ താഴെ സംസ്ഥാനങ്ങളാണ് താഴെ വരിക. സംസ്ഥാനം നോക്കുമ്പോൾ സംസ്ഥാനത്ത് ജില്ലകളിലുള്ള ജനങ്ങൾക്ക്, അതായത് നോർമൽ ജനങ്ങൾക്ക് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു അവരുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് ഏറ്റവും ഇപ്പോൾ കോൾഗേറ്റൊക്കെ എന്ത് കുത്തക കമ്പനികളായിരിക്കും നിർമ്മിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ സാധാരണക്കാർക്ക് അത് നോർമലി പ്രൈസിൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു എക്കണോമിക് കണ്ടീഷനാണ് നമ്മളിവിടെ വേണ്ടത് എന്നാണ് നമ്മൾ ഈ ഒരു ഫീച്ചേഴ്സ് ഓഫ് പബ്ലിക് സൊസൈറ്റി, യൂട്ടിലിറ്റീസ് ഓഫ് പബ്ലിക് സൊസൈറ്റി എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ രാജ്യത്തുള്ള വിഭവങ്ങൾ, അതായത് നമ്മൾ സ്കേഴ്സിറ്റി അനുഭവപ്പെടുന്ന ചില റിസോഴ്സസ് നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണം, ഈ ഒരു യൂട്ടിലിറ്റീസ് ആക്കി മാറ്റണം. അതൊക്കെ ഫീച്ചേഴ്സാണ്. എന്തിന്? കമ്മ്യൂണിറ്റിക്ക്, അല്ലെങ്കിൽ ഇവിടെ കൊടുക്കുന്ന പബ്ലിക്സിനാണ് കൊടുക്കുന്നത് അല്ലേ. ഈ പബ്ലിക്കിന് യൂട്ടിലിറ്റി ആക്കി മാറ്റണമെങ്കിൽ അത്രയും റെയറായിട്ട് അല്ലെങ്കിൽ സ്കേഴ്സിറ്റി അനുഭവിക്കുന്ന വിഭവങ്ങളെ പ്രയോറിറ്റി കൊടുക്കണം, മുൻഗണന കൊടുത്തിട്ട് പെട്ടെന്ന് എന്താണോ ആവശ്യം അതിലേക്ക് കറക്റ്റ് ഒരു ഡിവൈഡ് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉത്തമം. കൂടാതെ കൂടുതൽ അളവിലുള്ള, അതായത് ഇനിയിപ്പോൾ ജലമാണെങ്കിലും നമ്മുടെ സൊസൈറ്റി, നമ്മുടെ ഭൂമി നമുക്ക് കനിഞ്ഞു നൽകിയ വരദാനമാണ് നമ്മുടെ പുഴകളും കുളങ്ങളും. അങ്ങനെ അതിൽ നിന്ന് വെള്ളം കൊണ്ട് നമ്മൾ പലതും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ചെറുകിട വ്യവസായങ്ങൾ അധികം ജലം കൊണ്ടാണ് നമ്മൾ ഫാക്ടറിയൊക്കെ തുടങ്ങണമെങ്കിൽ എന്ത് വേണം, ജലം നിർബന്ധമാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും അതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പം എന്താണ്, തീർന്നു പോവാത്തതുകൊണ്ട് തീർന്നു പോകുന്നതുണ്ട്. തീർന്നു പോവാത്തതാണ് നമ്മുടെ ഒഴുകുന്ന ജലം, കുളം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, പുഴ, അതിൽ നിന്നൊക്കെ ജലം എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ഫാക്ടറി ബിസിനസ്സൊക്കെ തുടങ്ങുമ്പോൾ അതിൻ്റേതായ പ്രൈസ് കുറച്ചൊക്കെ ചെയ്യാനുള്ള ഇത് ഗവൺമെൻറ് കാണിക്കണമെന്നും ഇതിൽ പറയുന്നു. റെഗുലേഷൻസ്, പല നിയന്ത്രണങ്ങളും കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് ഇതിൽ കൊടുക്കുന്നത് നമുക്ക് നോക്കാം. സെയിൽസ് ആൻഡ് പോളിസി ഓഫ് പബ്ലിക് യൂട്ടിലിറ്റീസ് അല്ലെ. സെയിൽസ് ആൻഡ് പോളിസി, ഇതിൽ സെയിൽസിനൊരു പോളിസി, സെയിൽസ് പോളിസി ഓഫ് പബ്ലിക് യൂട്ടിലിറ്റി. സെയിൽസ് ചെയ്യുമ്പോൾ അതിനൊരു കറക്റ്റ് പോളിസി ഫോളോ ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യേണ്ടത്.